ഹീറോയിൽ നിന്നും സീറോയിലേക്കുള്ള ദൂരം എത്രയാണ്? അതറിയണമെങ്കിൽ അഭിഷേക് ശർമ്മയോട് ചോദിക്കണം. കാരണം നിലവിൽ ആ ചോദ്യത്തിന് അയാളേക്കാൾ നന്നായി ഉത്തരം നൽകാൻ യോജിച്ച മറ്റൊരാൾ ഇല്ലെന്നുറപ്പ്. തൻ്റെ ഭാഗ്യദോഷം മാറ്റാനാണോ അതോ സ്വന്തം കിറ്റ് മറന്നതുകൊണ്ടാണോ എന്നറിയില്ല. നെതർലൻഡ്സിനെതിരെ സിറാജിൻ്റെ പേരിലുള്ള ജേഴ്സി ഇട്ടാണ് അഭിഷേക് കളത്തിലിറങ്ങിയത്. പക്ഷേ മാറ്റമൊന്നും ഉണ്ടായില്ല. വീണ്ടും ഡക്ക്, വീണ്ടും ഒരു നാണക്കേട്. മാസങ്ങളായി ഇന്ത്യൻ ഓപ്പണിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു വശത്ത് അഭിഷേക് ഉണ്ടാകണമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഏക അഭിപ്രായമായിരുന്നു. അയാൾക്ക് പങ്കാളിയായി ഗിൽ വേണോ, സഞ്ജു വേണോ, കിഷൻ വേണോ എന്ന ചോദ്യമായിരുന്നു അന്തരീക്ഷത്തിലെല്ലാം. പക്ഷേ വേണ്ടി വന്നാൽ അഭിഷേകിനെ മാറ്റി നിർത്താമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. 2020 ലോകകപ്പ് തുടങ്ങും വരെ ഇന്ത്യയുടെ ട്രംപ് കാർഡ്, ICC 2020 റാങ്കിങ്ങിൽ ഒന്നാമൻ, ഹൈ അഗ്രസീവ് ശൈലിയിലേക്ക് മാറി ഇന്ത്യൻ ടീമിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ 2020 ലോകകപ്പ് തുടങ്ങിയത് മുതൽ നാം കാണുന്നത് മറ്റൊരു അഭിഷേകിനെയാണ്. പിന്നിട്ടത് 4 മത്സരങ്ങൾ, അതിൽ കളിച്ചത് 3 അതിൽ ഒരു കളിയിൽ പോലും അക്കൗണ്ട് തുറക്കാനായില്ല. അതിൽ 2 തവണയും വീണത് സ്പിന്നർമാർക്കെതിരെ. പാകിസ്ഥാനെതിരെ സൽമാൻ ആഗക്ക് മുന്നിൽ, നെതർലൻഡ്സിനെതിരെ ആര്യൻ ദത്തിനോടും. ആദ്യ ഓവറിനായി പന്തെടുത്ത് സ്പിന്നർമാരെയെല്ലാം സന്തോഷിപ്പിച്ചാണ് അഭിഷേക് മടക്കി അയച്ചത്. ഫലത്തിൽ ലോകകപ്പ് ടോപ്പ് സ്കോറർ ആകുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്ന അഭിഷേകിന് ഒരു റൺസ് പോലും ഇതുവരെയും നേടാനായിട്ടില്ല. എന്തുകൊണ്ടാണ് അഭിഷേകിന് ഇങ്ങനെ സംഭവിച്ചത്? വയറിന് പിടിപെട്ട ഇൻഫെക്ഷൻ അഭിഷേകിനെ ബാധിച്ചിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും. വെറ്റ്ലെസ്സും ഡീഹൈഡ്രേഷനും കാരണം ക്ഷീണിച്ച നിലയിലാണ് അദ്ദേഹത്തെ കാണുന്നത്. കൂടെ 1-2 പന്തുകൾ ഹിറ്റ് ചെയ്യാനായില്ലെങ്കിൽ അടുത്ത പന്ത് നിർബന്ധമായും ബൗണ്ടറി കടത്തണമെന്ന ബുദ്ധിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. അതറിഞ്ഞുകൊണ്ട് തന്നെ സ്പിന്നർമാർ കൃത്യമായ ട്രാപ്പ് ഒരുക്കുന്നു. മറ്റൊന്ന്, ഏതൊരു ബാറ്ററെയും പോലെ ഒരു ഫോം ഡിപ്പ് സൃഷ്ടിക്കുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്റ്റും അദ്ദേഹത്തെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഈ ഫോം ഡിപ്പിൻ്റെ പേരിൽ അഭിഷേകിനെ മാറ്റി നിർത്തണമെന്ന് പറയുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആദ്യ പന്ത് മുതൽ അടിച്ചു തുടങ്ങുന്ന ഹൈ അഗ്രസീവ് ശൈലിയിലാണ് അഭിഷേക് ബാറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു ബാറ്ററിൽ നിന്നും എല്ലാ മത്സരങ്ങളിലും ആവറേജ് സ്കോറും കൺസിസ്റ്റൻസിയും പ്രതീക്ഷിക്കുന്നത് നിർത്തണം. കാര്യമായ ഫുട് വർക്ക് ഇല്ലാതെ തൻ്റെ ഉയരത്തെയും ബാറ്റ് സ്വിങ്ങിനെയും ഉപയോഗപ്പെടുത്തി ഷോട്ടുകൾ തീർക്കുന്നതാണ് അഭിഷേകിൻ്റെ സ്റ്റൈൽ. ഹൈ അഗ്രഷൻ ബാറ്റിംഗ് ശൈലിയുണ്ടായിരുന്ന വീരേന്ദർ സെവാഗിനും ആഡം ഗിൽക്രിസ്റ്റിനുമെല്ലാം കൺസിസ്റ്റൻസിയിൽ നൽകുന്ന ആനുകൂല്യം അഭിഷേകിനും ബാധകമാണ്. തൻ്റെ അഗ്രസീവ് ശൈലി വെച്ച് അഭിഷേക് ഇത്രയും കാലം പുലർത്തിയ കൺസിസ്റ്റൻസി അമ്പരപ്പിക്കുന്നതായിരുന്നു. ഡക്കുകൾ അഭിഷേകിനെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമല്ല. അഭിഷേകിൻ്റെ ഡക്കുകൾ ആരും കാര്യമായി എടുക്കാറുമില്ല. ന്യൂസിലാൻഡ് പരമ്പരയിലും 2 ഡക്കുകൾ അഭിഷേകിനുണ്ടായിരുന്നു. പക്ഷേ അന്നല്ലാത്ത മത്സരങ്ങളിൽ തകർത്തടിച്ചതുകൊണ്ട് അത് ചർച്ചയായില്ലെന്ന് മാത്രം. അഭിഷേക് ഗ്രീസിൽ ഉറച്ചാൽ അതൊരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് ആയിരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. നേരത്തെ ഇന്ത്യൻ പിച്ചുകളിൽ മാത്രമേ അഭിഷേകിന് ഫോമിലേക്ക് ഉയരാനാകൂ എന്ന് വിലയിരുത്തലുകളുണ്ടായിരുന്നു. എന്നാൽ ഓസ്ട്രേലിയയിൽ പോയി പ്ലെയർ ഓഫ് ദി സീരീസ് നേടിയാണ് അഭിഷേക് ഇത് തിരുത്തി കുറിച്ചത്. പക്ഷേ അഭിഷേകിൻ്റെ ഫോം ഡിപ്പ് ഇന്ത്യൻ ബാറ്റിങ്ങിനെ ഇതുവരെ കാര്യമായി ബാധിച്ചിട്ടില്ല. അതിന് നന്ദി പറയേണ്ടത് ഇഷാൻ കിഷനോടാണ്. പവർ പ്ലേയിൽ കിഷൻ തകർത്തടിക്കുന്നത് കൊണ്ട് ഇന്ത്യ അഭിഷേകിൻ്റെ കുറവ് അറിഞ്ഞില്ലെന്ന് പറയാം. ഇഷാൻ കിഷൻ കൂടി പരുങ്ങുന്ന സാഹചര്യമായിരുന്നുവെങ്കിൽ ഇന്ത്യൻ ടോപ്പ് ഓർഡർ കൂടുതൽ പരുങ്ങുമായിരുന്നു. എങ്കിലും സോഷ്യൽ മീഡിയയിൽ പലരും ഇതിനോടകം ഉയർത്തിവിടുന്ന അഭിഷേക് വിരുദ്ധ പ്രചാരങ്ങളോട് വിയോജിക്കേണ്ടിയിരിക്കുന്നു. പോയ 1.5 വർഷത്തോളമായി തകർത്തടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പൂർണ്ണമായി ഫിറ്റ്നസ് ഇല്ലാത്തൊരു കാലത്തെ ഫോമില്ലായ്മ വെച്ച് മാത്രം വിലയിരുത്തുന്നത് അനീതിയാണ്. ഇക്കാര്യത്തിൽ സഞ്ജു ഫാൻസും കുറച്ച് സംയമനം പാലിക്കണം. കാരണം 2020 ടീമിൽ അതുവരെ ഇല്ലാതിരിക്കുകയും പെട്ടെന്ന് കെട്ടിയിറക്കുകയും ചെയ്ത ശുഭ്മാൻ ഗില്ലിനെ പോലെയല്ല അഭിഷേക്. ടീമിന് വേണ്ടി അസാമാന്യ ധീരതയോടെ തകർത്തടിച്ച അഭിഷേകിനെ ഏതാനും ഇന്നിങ്സുകളുടെ ബലത്തിൽ മാത്രം വിലയിരുത്തുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. അഭിഷേകിൻ്റെ ഡക്കുകൾക്കിടയിൽ കാര്യമായ വിമർശനങ്ങൾ ഏൽക്കാതെ പോകുന്ന ഒരാൾ തിലക് വർമ്മയാണ്. 4 മത്സരങ്ങളിൽ നിന്നും 131 റൺസാണ് തിലകിൻ്റെ സമ്പാദ്യം. സ്കോറിനേക്കാൾ തിലകിൻ്റെ ബാറ്റിംഗ് അപ്രോച്ചാണ് ആരാധകർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത്. നെതർലൻഡ്സിനെതിരെ 27 പന്തിലാണ് 31 റൺസ് എടുത്തത്. പാകിസ്ഥാനെതിരെ 24 പന്തിൽ 25, നമീബിയക്കെതിരെ 21 പന്തിൽ 25, USA-ക്കെതിരെ 16 പന്തിൽ 25 എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്കോറുകൾ. പവർ പ്ലേക്ക് ശേഷം ഇന്ത്യൻ റൺ റേറ്റ് കുത്തനെ ഇടിയുന്നതിനും തിലകിൻ്റെ അപ്രോച്ച് കാരണമാണ്. തിലക് ആങ്കറിംഗ് റോളല്ലേ ചെയ്യുന്നത്, വിക്കറ്റ് നഷ്ടമാകാതെ നോക്കുന്നുണ്ടല്ലോ എന്നെല്ലാം വാദമായി നിരത്തിയാൽ പോലും തിലകിൻ്റെ സ്ട്രൈക്ക് റേറ്റ് മോശം തന്നെയാണ്. അഭിഷേക്, ഇഷാൻ കിഷൻ, തിലക് വർമ്മ എന്നീ ടോപ്പ് ഓർഡറിലെ 3 ബാറ്റർമാരും ഇടങ്കയ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഓഫ് സ്പിന്നർമാരെയാണ് എതിർ ടീമുകൾ അയക്കുന്നത്. പരിക്ക് മൂലം ന്യൂസിലാൻഡ് പരമ്പരയിൽ പുറത്തിരുന്ന തിലക് സന്നാഹ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തകർത്തടിച്ചിരുന്നുവെങ്കിലും ലോകകപ്പിൽ ഇതുവരെയും അത് പുറത്തെടുക്കാനായിട്ടില്ല. എങ്കിലും ഏഷ്യാകപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഏതാണ്ട് ഒറ്റയ്ക്ക് മത്സരം വിജയിപ്പിച്ച തിലകിൽ ടീം വിശ്വസിക്കുമെന്നുറപ്പ്. ആദ്യ മത്സരം മാറ്റി നിർത്തിയാൽ സൂര്യകുമാറിൻ്റെ കാര്യവും ഏതാണ്ട് സമാനം തന്നെ. 8ാമൻ വരെ ബാറ്റ് ചെയ്യാൻ പോകുന്ന ബാറ്റിംഗ് ലൈനപ്പുള്ള ഇന്ത്യ മിഡിൽ ഓവറുകളിൽ കൂടി റൺ നിരക്ക് ഉയർത്തിയാൽ നിശ്ചയമായും വലിയ സ്കോറിലെത്തും. എന്തായാലും മത്സരങ്ങൾ കൂടുതൽ നിർണായകമായ സൂപ്പർ 8ലേക്കാണ്. ഇനിയുള്ള ഓരോ മത്സരങ്ങളും ഇന്ത്യക്ക് നിർണായകം തന്നെ.
പരിഹരിക്കാൻ പ്രശ്നങ്ങൾ ഏറെയുണ്ട്. പക്ഷേ ഒന്നിലധികം ഫിനിഷർമാരുടെ സാന്നിധ്യവും ഒരാൾക്ക് പകരം മറ്റൊരാൾ എന്നതും ഇന്ത്യക്ക് കോൺഫിഡൻസ് നൽകുന്നു. പ്രത്യേകിച്ചും ഫിനിഷിങ്ങിൽ ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, റിങ്കു സിംഗ് എന്നീ 3 സാന്നിധ്യങ്ങളുണ്ട്. സ്പിൻ ഓൾറൗണ്ടറായി അക്ഷർ പട്ടേലും കൂടെ ടോപ്പ് ഓർഡറും ചേരുമ്പോൾ ഇന്ത്യ ശക്തം തന്നെയാണ്. സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരം വിജയിച്ചു തുടങ്ങുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. അല്ലെങ്കിൽ അഗ്നിപരീക്ഷകൾ അതിജീവിക്കേണ്ടി വരും.